ദ വേൾഡ് ഓഫ് കഹാനീസ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ എന്താ നോക്കണ്ടേ? ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്റെ പെണ്ണ് കാണലാണ്. ഞാൻ ചെറുതിലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം ഞാൻ കുഞ്ചാക്കോ ബോബന്റെ ഭയങ്കര ഫാനായിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി നിറം, അനിയത്തി പ്രാവൊക്കെ സ്ഥിരമായിട്ടൊരു 60-70 പ്രാവശ്യമൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പം കോളേജ് ഒരു ടൈം ആയപ്പോ അതിങ്ങനെ മാറി 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 അവസാനം ശിവകാർത്തിയൻ എന്ന് പറഞ്ഞ സൂപ്പർ സ്റ്റാറിലേക്കായി. തമിഴിൽ എല്ലാവർക്കും അറിയാം ശിവകാർത്തിയനെ. ഒരുപാട് മൂവീസ് ഞാനപ്പം തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. മാട്രിമോണിയിൽ അച്ഛൻ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്യുന്നതും ഇങ്ങനെ നോക്കുവാണ് എങ്ങനെയുള്ള ഒരാളെ നോക്കണം എന്നൊക്കെ. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചു, നിനക്ക് എങ്ങനത്തെ ഉള്ള ഒരാളെയാണ് വേണ്ടത്? ഭയങ്കര സീരിയസ് ആയിട്ട് ചോദിക്കുവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കങ്ങനെ വലിയ ഡിമാൻഡ്സ് ഒന്നുമില്ല, എനിക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എനിക്ക് ശിവകാർത്തിയന്റെ കണ്ണ് വേണം. ഞാൻ വേറെ ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, എനിക്ക് എവിടെ നിന്നാണോ സ്ഥലം ഒന്നും എനിക്കൊരു പ്രശ്നമല്ല, പക്ഷെ എനിക്ക് ശിവകാർത്തിയന്റെ കണ്ണ് വേണം. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതിപ്പോ ഭയങ്കര പാടായാലും ഇപ്പൊ വിചാരിക്കുന്ന പോലെ അങ്ങനെ കിട്ടുകയൊന്നുമില്ല. അപ്പൊ ഞാൻ ഇല്ല എന്തായാലും അങ്ങനെയുള്ളവരെ നോക്കിയാൽ മതി. ഭയങ്കര ഇതായിട്ട് നിന്നു, ഉറച്ചു തന്നെ നിന്നു അതിന്. അങ്ങനെ അവസാനം എനിക്ക് മാട്രിമോണിയിലെ ഒരു 10-15 പ്രൊഫൈൽസ് വന്നു. അതിൽ നിന്ന് ഞാൻ കണ്ടുപിടിച്ച ആളാണ് ശംഭു ചേട്ടൻ അല്ലെങ്കിൽ അനന്തകൃഷ്ണൻ. അപ്പൊ നമുക്ക് ആളെ പരിചയപ്പെടാം. ഓക്കെ, ഇതാണ് എന്റെ ശംഭു ചേട്ടൻ. ഓക്കെ, അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ടോളൂ. ഹായ്, ഇപ്പം ഗൗരി പറഞ്ഞ പോലെ എന്റെ പേര് അനന്തകൃഷ്ണൻ ആണ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഗൗരിയുടെ വ്ളോഗ് കഹാനിയില് വരുന്നത്. ആക്ച്വലി എനിക്ക് ഈ ആക്ടിങ് ഒക്കെ ചെയ്യാൻ ഭയങ്കര ഇൻഹിബിഷൻ ആണ്. പക്ഷെ ഗൗരി കുറെ ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു വരൂ 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 എന്ന്. അൾട്ടിമേറ്റ്ലി ഞാൻ ഡിസൈഡ് ചെയ്ത് വരാമെന്ന്. ഗൗരി എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ റെഡി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഓക്കെ, സസ്പെൻസ് ആണ്. ശംഭുചേട്ടന് അറിയത്തില്ല എന്താണ് എപ്പിസോഡ് എടുക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു കുറെ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഉത്തരം പറയണം എന്നാ പറഞ്ഞേ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് പെണ്ണ് കാണലിനെ പറ്റിയാണ്. ഓക്കെ, ഭയങ്കര ബോറിംഗ് ആയി തുടങ്ങി. ഓക്കെ, അപ്പം പെണ്ണ് കാണലിന്റെ ടോപ്പിക്കില് ശംഭുചേട്ടൻ സംസാരിക്കുന്നതിന് മുമ്പ് പെണ്ണ് കാണലിന് നമ്മളൊരു ഡേറ്റ് ഫിക്സ് ചെയ്തു. എനിക്ക് തോന്നുന്നു എന്റെ ഓർമ്മയില് മൺഡേ ആയിരുന്നു. മൺഡേ 18 സെപ്റ്റംബർ 2017 ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ തലേദിവസമൊന്നും എനിക്ക് യാതൊരു ടെൻഷനും ഇല്ലായിരുന്നു. ബിക്കോസ് എന്തായാലും സംസാരിക്കുമ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ഫീലിംഗ് ആയിരുന്നു. എന്തായാലും സംസാരിച്ച് നോക്കട്ടെ, ഇപ്പൊ ഒന്നും ആയില്ലല്ലോ, നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിക്കുന്ന പോലെ ജസ്റ്റ് പരിചയപ്പെടാം എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു എന്റെ മനസ്സിൽ. അപ്പം എന്റെ വീട്ടില് ഞാൻ ഒഴികെ ബാക്കി എല്ലാവർക്കും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ എന്തെങ്കിലും മണ്ടത്തരങ്ങൾ വിളിച്ച് പറയുമോ എന്നുള്ളതായിരുന്നു അവരുടെ ബേസിക് ആയിട്ടുള്ള സംശയം. എക്സ്പെഷ്യലി എന്റെ ചേച്ചി ഇതൊന്നും ഭയങ്കര കൺസേൺ ആയിരുന്നു, ഞാൻ സംസാരിച്ച് കുളമാക്കുമോ എന്നുള്ളത്. അപ്പൊ ചേച്ചി പറയാം, നല്ല ചെറുക്കനാണ്, നല്ല ആലോചനയാണ്, നീ ആയിട്ട് അത് കുളമാക്കരുത് എന്നെ അടുത്ത് എപ്പോഴും പറയുക. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എന്റെ തലേദിവസത്തെ അവസ്ഥ. ശംഭുചേട്ടന്റെ പെണ്ണുകാണലിന്റെ തലേദിവസം എങ്ങനെയായിരുന്നു? അപ്പൊ ഞാൻ പെണ്ണ് കാണലിന്റെ തലേദിവസം പറയുന്നതിന്റെ മുമ്പ് കുറച്ചുകൂടെ കോണ്ടെക്സ്റ്റ് തരാം. ഇൻഫാക്ട് ഞാൻ 27 വയസ്സിലാണ് ഞാൻ കല്യാണം കഴിച്ചത്. അപ്പം എന്റെ അച്ഛനും അമ്മയും എനിക്ക് 24 വയസ്സുള്ളപ്പോ മുതൽ പെണ്ണ് ആലോചിച്ചിട്ടില്ല. പക്ഷെ എന്റെയും പെണ്ണ് മീൻസ് ഈ മാട്രിമോണിയിലൊക്കെ പ്രൊഫൈൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് തീരാറായപ്പോ ഫൈനൽ ഇയർ ആയപ്പോഴേ ഉണ്ടെങ്കിലും ആക്റ്റീവായി വരുന്നുണ്ടായിരുന്നു. ഒരു 22-23 ഒക്കെ ആയപ്പോ എന്നെ നോക്കി തുടങ്ങിയായിരുന്നു. പക്ഷെ അത് ഗൗരി ഒരു പെൺകുട്ടിയാണ്. സാധാരണ രീതിയിൽ ആൺപിള്ളേർക്ക് ഒരു 26 വയസ്സൊക്കെ ആകുമ്പോഴാണ് കല്യാണം ആലോചിക്കുന്നത്. 29-30 ആകുമ്പോൾ കല്യാണം കഴിക്കും. പക്ഷെ ഞാൻ ഒറ്റ മോനായതുകൊണ്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്നായിരുന്നു ആഗ്രഹം. ഞാൻ വഴിതെറ്റിപ്പോന്ന് അവർക്ക് ഭയങ്കരമായ പേടിയുണ്ടായിരുന്നു. അവർക്ക് എത്ര പ്രോമിസ് കൊടുത്തിട്ടും അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ അത് മാത്രമല്ല, എന്റെ അച്ഛന് റിട്ടയർ ചെയ്യുന്ന മുമ്പ് ഞാൻ കല്യാണം കഴിക്കുന്നത് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ചു, ഓക്കെ, എന്റെ അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹമല്ലേ, അത് സാധിച്ചു കൊടുത്തേക്കാന്ന്. നല്ല കുട്ടിയായിരുന്നു. അപ്പം ഈ 23 മുതൽ 27 വയസ്സ് വരെ എന്റെ അച്ഛൻ എന്നെ എല്ലാ ദിവസവും എന്നെ വിളിക്കുമ്പം ഇത് തന്നെയായിരുന്നു. ഞാൻ ആ പെണ്ണിനെ മാട്രിമോണി കണ്ടു, ഈ പെണ്ണിനെ മാട്രിമോണി കണ്ടു. എനിക്കൊരു അച്ഛനായിരുന്നു കൂടുതൽ ഇൻട്രസ്റ്റ്. എനിക്ക് പീഡനമായിരുന്നു എനിക്ക്. അപ്പൊ ഞാൻ ചില ദിവസങ്ങളൊക്കെ ഫോൺ എടുക്കത്തില്ല, ബിക്കോസ് എനിക്ക് അറിയായിരുന്നു അച്ഛൻ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണെന്ന്. പക്ഷെ അൾട്ടിമേറ്റ്ലി എനിക്കൊരു 25 കഴിയാറായപ്പോഴാണ് ശരിക്കും ഓക്കെ ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നീങ്ങാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഗൗരി ഉൾപ്പെടെ ഞാൻ പെണ്ണ് കാണുന്ന ചടങ്ങെന്ന് വെച്ചാൽ 4 പേര് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓക്കെ, അപ്പൊ ഗൗരിയെ പെണ്ണ് കാണുന്ന ദിവസം ആക്ച്വലി ഗൗരിയെ കാണുന്ന മുമ്പ് ഞാൻ വേറൊരു പെൺകുട്ടിയും കൂടെ ഞാൻ പെണ്ണ് കാണാൻ പോയായിരുന്നു. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ബിക്കോസ് ആ സമയത്ത് എന്റെ അച്ഛനും അമ്മയും ബാംഗ്ലൂരായിരുന്നു വർക്ക് ചെയ്യുന്നത്, ഞാൻ എറണാകുളത്തുമായിരുന്നു. അപ്പം ഈ പെണ്ണ് കാണൽ ചടങ്ങിന് വേണ്ടിയായിരുന്നു അച്ഛനും അമ്മയും ഇത്രയും ദൂരം വരുന്നത്. അപ്പം വരുന്ന സ്ഥിതിക്ക് 2 പേര് ഒരുമിച്ച് കണ്ട് ജോലി തീർക്കാൻ വേണ്ടി വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം ഒരു ട്രിവാൻഡ്രത്തുള്ള ഒരു പെൺകുട്ടിയെ പെണ്ണ് കാണാൻ പോയി. എനിക്ക് വലിയ ഇഷ്ടക്കുറവൊന്നും ഇല്ലായിരുന്നു.
അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഗൗരിയെ പെണ്ണ് കാണാൻ വന്നു. ഗൗരിയെ പെണ്ണ് കാണാൻ വന്നപ്പോഴും എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. പക്ഷെ എനിക്ക് ആദ്യം കണ്ട പെൺകുട്ടിയെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഗൗരിനെയായിരുന്നു. പക്ഷെ അത് ഗൗരിനെ മാത്രമല്ല, ഗൗരിയുടെ ഫാമിലിയും ആ അറ്റ്മോസ്ഫിയറും അതെല്ലാം എനിക്ക് ഒരു പോസിറ്റീവായിട്ട് തോന്നി. ഇപ്പം അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ദാറ്റ് മാരേജ് ഇസ് നോട്ട് യുനോ റിലേഷൻഷിപ്പ് ടൈപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ, ഇറ്റ് ഈസ് റിലേഷൻഷിപ്പ് ടൈപ്പ് ബിറ്റ്വീൻ ടു ഫാമിലീസ്. അപ്പൊ ഞാൻ അതിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. പെണ്ണ് കാണാൻ ചടങ്ങിന്റെ മെയിൻ കാര്യങ്ങളായിട്ട് വരാം. അപ്പം ആദ്യം എന്റെ വീട് പൂജപ്പുരയാണ് ട്രിവാൻഡ്രം. അപ്പം പൂജപ്പുര വീട്ടിന്റെ മുറ്റത്ത് കാറുമായിട്ട് വന്നിട്ട് ബാക്കി പറയൂ എങ്ങനെയാണ് അകത്ത് കയറി ബാക്കി കാര്യങ്ങൾ വിവരിക്കും. അവർക്കറിയാൻ എനിക്ക് ആവശ്യമാണ്. ഞാൻ അകത്തായിരുന്നല്ലോ. ആക്ച്വലി എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കുറച്ച് വേർക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അകത്തല്ല പുറത്തോട്ട് കാറിനിറങ്ങിയപ്പോ ഫസ്റ്റ് കണ്ട രൂപം എന്ന് പറഞ്ഞ ഗൗരിയുടെ ചേച്ചിയുടെ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് ഓർമ്മ ബ്ലാക്ക് ഒരു അനാർക്കലി ഡ്രസ് ഇട്ട മുമ്പിൽ നിൽക്കുന്ന ചിരിച്ചോണ്ട് നിൽക്കുന്ന ചേച്ചി. അപ്പൊ ചേച്ചിയെ കുറിച്ച് ഞാൻ കാണുമ്പോ കുറെ കേട്ടിട്ടുണ്ട്, ഭയങ്കര ഫേമസ് ഡാൻസർ ആണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്കൊരു എന്റെ മനസ്സിലൊരു ഇൻസ്പിറേഷണൽ ഫിഗർ ആയിരുന്നു ചേച്ചി. ബിക്കോസ് എനിക്കും ക്ലാസിക്കൽ ഡാൻസ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഐ വാസ് വെരി ഹാപ്പി. അത് കഴിഞ്ഞ ഉള്ളിൽ പോയി അവിടെ ഇരുന്നു. വീട്ടിനകത്ത് വന്നു, അങ്ങനെ കസേരയിൽ ഇരിക്കുകയാണ്. ഈ സമയം പാരലലി അകത്ത് സംഭവിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ വണ്ടി വന്നു എന്ന് കണ്ടപ്പോ തന്നെ ഇവരെല്ലാരും എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങി അവരെ ഫ്രണ്ട് ഹാളിലേക്ക് പോയി ഇവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് എല്ലാരും വന്നു കുറെ നേരം സംസാരിക്കുന്നു. എന്നെ വിളിക്കുന്നില്ല, എന്നെ ഇപ്പൊ വിളിക്കുന്നു ഞാനകത്തിരിക്കുന്നു, എന്നെ വിളിക്കുന്നില്ല. അപ്പൊ ഞാൻ വിളിക്കാതെ ഇറങ്ങിപ്പോകുന്ന മോശമല്ലേ. അപ്പൊ ഞാനിങ്ങനെ അകത്തിരുന്നിട്ട് സത്യമായിട്ടും ഞാൻ അകത്തിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ശിവകാർത്തികന്റെ കണ്ണൊക്കെ കൊണ്ട് ഇഷ്ടപ്പെട്ട ഒരാളല്ലേ, കിട്ടണം എന്ന് ഞാൻ ഇങ്ങനെ ഇഷ്ടപ്പെടണം എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എനിക്കിങ്ങനെ കോള് വന്നു, വെളി വരാൻ പറഞ്ഞു. എനിക്ക് BP അങ്ങോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ പുറത്തോട്ട് ഇറങ്ങി വന്നു. ഈ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവുന്നൊക്കെ പറയില്ലേ, അതുപോലെയായിരുന്നു എന്റെ അവസ്ഥ. ഞാൻ പുറത്തിറങ്ങി വന്നു. നമ്മളീ പറയില്ലേ, നമ്മുടെ കണ്ണുണ്ടെങ്കിലും നമ്മൾ നോക്കുന്ന ഡയറക്ഷൻ വേറെ ആണെങ്കിലും അവർക്കറിയാത്ത രീതിയിൽ നമ്മൾ അവരെ നോക്കുക എന്നൊക്കെ പറയൂലേ, അങ്ങനെയായിരുന്നു. ഞാൻ പുറത്തിറങ്ങി വന്നു. ശംഭുചേട്ടന്റെ അച്ഛനെയും അമ്മയും ഒക്കെ കണ്ടു. ശരിക്കും പറഞ്ഞാല് ശംഭുചേട്ടനാണ് ആദ്യമേ ഞാൻ കണ്ടത്. പക്ഷെ കണ്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ബാക്കിയുള്ളവരെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ശംഭുചേട്ടൻ മുഖത്തേ നോക്കിയില്ല. എനിക്ക് രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. എന്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ പ്രാർത്ഥന വെച്ചാൽ ശിവകാർത്തികൻ ഈ വീഡിയോ കാണുക എന്നുള്ളതാണ്. ബിക്കോസ് ഈ ശിവകാർത്തികന്റെ കണ്ണുകൾ ഗൗരി എന്നിൽ കണ്ടു എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ കൂടെ പറ്റുന്നില്ല. പക്ഷെ അത് സത്യമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ ഓൾറെഡി ഞാൻ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കേട്ടോ. രണ്ട്, ഗൗരി ഇറങ്ങി വന്നപ്പം ഗൗരി പറഞ്ഞ പോലെ എന്നെ നോക്കിയതായിട്ട് പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. ഞാൻ ആക്ച്വലി അങ്ങോട്ട് നോക്കുമായിരുന്നു. ഇൻഫാക്ട് അതിന് മുമ്പ് ഞാൻ അവിടെ ഇരിക്കുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുമായിരുന്നു. അപ്പൊ ഇവര് കഴിക്കാൻ എന്തെങ്കിലും എപ്പോഴാണ് കൊണ്ടുവരുന്നത് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ താഴെ നോക്കി ഞാൻ ആലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഗൗരി കയറി വരുന്നത്. അപ്പൊ ഞാൻ പതുക്കെ സ്ലോ മോഷനിൽ താഴെ നിങ്ങനെ കണ്ണ് മുകളോട്ട് കൊണ്ടുവന്നു. ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഡ്രമാറ്റിക്. എന്നിട്ട് ഗൗരി അവിടെ വന്ന് ഞങ്ങളുടെ മുമ്പിൽ സ്റ്റൂളിലിരുന്നു. ആൻഡ് ഗൗരി എന്റെ മാത്രമേ നോക്കിയതേ ഇല്ല. അവിടെ എന്റെ അച്ഛനോടും അമ്മയോടൊക്കെ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിച്ചു. ഭയങ്കര ടോക്കറ്റീവ് ആയിരുന്നു. ഞാൻ ഇപ്പോഴും ആണ്. അപ്പൊ സാധാരണ പെണ്ണ് കാണാൻ വരുമ്പോ പെണ്ണ് കുറച്ചെങ്കിലും നാണം കാണുമല്ലോ, ഇതൊരു നാണവും ഇല്ലായിരുന്നു. ആൻഡ് ഞാൻ എനിക്ക് സാരി ഒക്കെ കൊടുത്ത ഒരു മുല്ലപ്പൊക്കെ ചൂടി ഒരു പെൺകുട്ടിയായിരുന്നു ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്തത്, മലയാള തനിമയുള്ള. പക്ഷെ ഗൗരി ഒരു ചുരിദാറോ ടോപ്പ് എന്തോ ഒരു ഡ്രസ് ഇട്ട നല്ലതായിരുന്നു. പക്ഷെ ഞാൻ എക്സ്പെക്ട് ചെയ്ത ഒരു രൂപത്തിലല്ല ഗൗരി വന്നത്. അപ്പം നമ്മളെല്ലാരും, ഞാനും ശംഭുചേട്ടൻ അച്ഛനും അമ്മയും എന്റെ അച്ഛനും എല്ലാരും കൂടെ അങ്ങോട്ടും കൂടെ സംസാരിക്കുന്നുണ്ട്. ശംഭുചേട്ടൻ മാത്രം ഭയങ്കര കോയറ്റാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഇടയ്ക്ക് നോക്കുന്ന ഭാവം പോലും നടിക്കണില്ല. പക്ഷെ ഞാൻ നോക്കുന്നുണ്ട് ആളെ രഹസ്യമായിട്ട്. അപ്പൊ അത് ഇത്രയും കഴിഞ്ഞപ്പം എല്ലാവരും നമ്മള് സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെ നിങ്ങൾക്ക് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചോളൂ എന്നുള്ളൊരു അവസ്ഥയിലായി. ശംഭുചേട്ടനാണെങ്കിൽ എന്നൊക്കെ പിന്നെ തലയാട്ടുന്നുള്ളൊരു, പക്ഷെ ഒരു ഫ്രണ്ടിൽ നമ്മൾ നോമിനേറ്റ് ചെയ്യണ്ടേ, ഫ്രണ്ടിൽ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഒന്നും മിണ്ടാതിരിക്കുമായിരുന്നു. അപ്പൊ ഞാനായിരുന്നു പറഞ്ഞ എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മള് ഇതിന്റെ നമ്മളെ ഫ്രണ്ട് ഹാളിന്റെ പാരലിൽ തന്നെ നമുക്ക് ഡൈനിങ് ഹാൾ ഉണ്ട്. നമ്മൾ അവിടെ പോയിരുന്നാണ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സംസാരിക്കുന്നത്. പിന്നെ ആ സംസാരത്തിലേക്ക് ശംഭുചേട്ടൻ ബാക്കി പറയും. ഒരു ഡൈനിങ് റൂമിലായിരുന്നു ഞങ്ങള് ഇതിന് സംസാരിച്ചത്. ഇപ്പൊ 2 എൻട്രീസ് ഉണ്ട്. ആ 2 എൻട്രി അവര് ക്ലോസ് ചെയ്തു. അവര്
എനിക്കൊരു Wow. ജയിലില് വന്നൊരു പ്രതീതിയായിരുന്നു. ഐ വാസ് ഫീലിംഗ് സോ ഓക്വേർഡ്. മീൻസ് ടോട്ടലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരു വ്യക്തി. എനിക്കും അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ ഇരുന്നു, ഓപ്പോസിറ്റ് ഫേസ് ടു ഫേസ് നോക്കി ഡൈനിങ് ടേബിളിന്റെ സൈഡിൽ ഇരുന്നു. ആൻഡ് ഞാൻ ഗൗരിയോട് പറഞ്ഞു, ഓക്കെ ഗൗരി സ്പീക്ക് ഫോർ യുവർ സെൽഫ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്നോടൊന്ന് ശംസുചേട്ടൻ ചോദിച്ചു എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ചോദിക്കാനുണ്ട്, എനിക്ക് 3 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത് എന്ന് പറഞ്ഞു. അപ്പം ചേട്ടൻ പറഞ്ഞു ഓക്കെ ചോദിച്ചോളൂ. ഞാൻ പിന്നെ മുമ്പ് എന്തെങ്കിലും അഫെയറോ എന്തെങ്കിലും ലവോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. ഞാൻ ഉറപ്പാണല്ലോ അല്ലേ? ഇല്ലായിരുന്നു, എനിക്ക് ഇല്ല അങ്ങനെയൊന്നും. ഞാൻ പിന്നെ സ്മോക്കിംഗ് ഡ്രിങ്കിങ് അങ്ങനെയൊക്കെ ഇല്ല. ഞാൻ പലപ്പോഴും ഒഫീഷ്യലി എന്തെങ്കിലും എനിക്ക് ഓഫീസിൽ മീറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടുന്ന അല്ലാതെ എനിക്ക് അങ്ങനെ ശീലമില്ലാതെ വന്നു. അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് ഏകദേശം സമാധാനമായി. എന്തായാലും എന്റെ സൈഡിൽ നിന്ന് ഏകദേശം അപ്പൊ ഓക്കെ ആയി. ഞാൻ ചോദിച്ചു എന്നോടൊന്നും ചോദിക്കാനില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ബാക്കി എന്നാ ചോദിച്ചത് പറയൂ. ഞാൻ ചോദിച്ചത് ആക്ച്വലി ഓർമ്മയില്ലേ? 3 വർഷം ആയതേ ഉള്ളൂ, ഇപ്പോഴേ ഓർമ്മയില്ല. ഞാൻ പറയാം, എന്റെ മെമ്മറി ഭയങ്കര മോശമാണ് എനിക്ക്. അപ്പം ഞാൻ മെമ്മറി ഭയങ്കര പവറുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാൻ പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ചോദിച്ചത് ഞാൻ ഗൗരിക്ക് എന്തെങ്കിലും അഫെയർ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിച്ചതേ ഇല്ല. ബിക്കോസ് ഞാൻ ഇപ്പോഴത്തെ ജനറേഷനിലാണ് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പൊ ഇറ്റ് ഇസ് വെരി നാച്ചുറൽ ഫോർ സം പേഴ്സൺ ടു ഹാവ് എൻ അഫെയർ ബിഫോർ മാരേജ് എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ ഉള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷെ കല്യാണത്തിലേക്ക് എത്തുമ്പം ഇപ്പം പെൺകുട്ടിക്ക് അത് വേറെ അഫെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ നാച്ചുറലി അത് എന്നോട് ഫ്രാങ്ക് ആയിട്ട് ഓപ്പൺ അപ്പ് ചെയ്യും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അത് ചോദിക്കാതിരുന്നത്. എനിക്ക് ഇനി ഗൗരിക്ക് അതിന് മുമ്പ് വേറെ അഫെയർ ഉണ്ട്, അത് ബ്രേക്കപ്പ് ആക്കുന്നത് ഇറ്റ് ഇസ് നോട്ട് ഓഫ് മൈ കൺസേൺ. ഇനി എന്ത് വേണം? ഇതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നോക്കുമായിരുന്നു. ഇല്ല കേട്ടോ, അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ചേച്ചിയോടാണെങ്കിലും എന്നോടാണെങ്കിലും ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ലവ് മാരേജ് ഒന്നും നടക്കത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മള് ഹിറ്റ്ലർ ആയിരുന്നു. ശംസുചേട്ടൻ എന്നോട് ചോദിച്ചാൽ ശംസുചേട്ടൻ ഓർമ്മയില്ല. എനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല. വെരി ഗുഡ്. അപ്പം ശംസുചേട്ടൻ എന്നോട് ചോദിച്ചത് വേറെ ഒന്നുമല്ല, എന്റെ അടുത്ത് 2 കാര്യങ്ങളാണ് ചോദിച്ചതെന്നാണ്. എനിക്ക് ഞാൻ ആക്ച്വലി ക്വസ്റ്റ്യൻ അല്ല ചോദിച്ചത്, ഞാൻ കണ്ടീഷൻസ് ആണ് പറഞ്ഞത്. കല്യാണം കഴിക്കുവാണെങ്കിൽ എനിക്ക് 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, എന്റെ അച്ഛനെയും അമ്മയും നല്ല രീതിയിൽ നോക്കണം, സ്വന്തം മോളെ പോലെ തന്നെ നോക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടീഷൻ. ചേട്ടൻ രണ്ടാമത് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർനാഷണൽ ട്രിപ്സ് ഒക്കെ പോവാൻ ഇഷ്ടമാണ്. താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ എനിക്കാണെങ്കിൽ ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇത് കേട്ടപ്പോ ഞാൻ അപ്പോഴാണ് ഗൗരി പറഞ്ഞത് ഗൗരി ഇങ്ങനെ, എനിക്ക് ശരിക്കും എക്സ്പ്രഷൻ വരുന്നില്ല. എനിക്ക് ഇങ്ങനെ എന്തോ ഗൗരി കാണിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവര് ടൂർ പറഞ്ഞു കേട്ടോ. കാരണം കിച്ചണും ഡൈനിങ് ഹാളും ലിവിംഗ് റൂമിൽ കശുവണ്ടി കൊണ്ടുതന്നു. കശുവണ്ടിയൊക്കെ കൊണ്ടുവന്നു. എനിക്ക് സമാധാനം ഭയങ്കര. അപ്പൊ ചേച്ചി പറഞ്ഞു സോറി ഞാൻ ഇടയ്ക്ക് കയറി വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര രസമായിരുന്നു അതൊക്കെ. അപ്പം നമ്മുടെ ആ സംസാരം അത്രയും എനിക്കൊന്ന് നമ്മൾ സംസാരിച്ചു. പക്ഷെ എല്ലാം കൂടെ 45 മിനിറ്റ്സ് എടുത്തു. അവരെ വെളിയിൽ നിന്ന് വിളിച്ചു എന്താ വരാറായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ 45 മിനിറ്റ്സോളം നമ്മൾ സംസാരിച്ചു. എന്നിട്ട് പുറത്ത് അപ്പം ചേട്ടനെ എണീറ്റ് പോകുന്നതിനോ തൊട്ട് മുമ്പ് പറഞ്ഞു ബാക്കി നമുക്ക് നോക്കാം, എസ് ആണോ നോ ആണോ എന്നുള്ളത്. അപ്പൊ എനിക്കറിയില്ലായിരുന്നു, എനിക്ക് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ എസ് ആയിരിക്കും ചേട്ടൻ പറയാൻ പോകുന്നത് എന്നുള്ളത്. എനിക്ക് എസ് ആയിരുന്നു അപ്പോഴേ. അപ്പൊ ചേട്ടൻ എന്താ പറയുന്നത് നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ നമ്മൾ വെളിയിലിറങ്ങി. പിന്നെ എനിക്കൊന്നും ഞങ്ങൾ അപ്പൊ തന്നെ എഴുന്നേറ്റ് ഞങ്ങൾ ഇറങ്ങി. പുറത്തിറങ്ങുമ്പോഴാണ് അടുത്ത കോമഡി. ഇവര് പുറത്തിറങ്ങി വെളിയിൽ ഇറങ്ങി കൺഫർമേഷൻ ആയപ്പോ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ ഞാൻ എസ് ഒന്നും പറയാത്തോണ്ട് ചേച്ചി എസിനെടുത്ത് പറഞ്ഞാ അച്ഛാ ഇതൊക്കെ ഈ ചെറുക്കനെ ഇഷ്ടപ്പെടില്ല, നമുക്ക് വേറെ ചെറുക്കനെ നോക്കാം, അല്ലെങ്കിൽ ഇത് നല്ല ചെറുക്കനാ ഇവളെ കൊണ്ട് കഷ്ടപ്പെടും, അതുകൊണ്ട് നമുക്ക് വേറെ ചെറുക്കനെ നോക്കാം. അപ്പൊ എനിക്ക് എന്റേത് ഈ എസ്ഒനോ അറിയാൻ വേണ്ടി ഇവരിത് പറയുന്നത്. പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. ഇവര് ആര് വന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. അപ്പൊ ചേച്ചി കളിയാക്കി നിനക്കപ്പൊ ഇഷ്ടപ്പെട്ടല്ലേ? ഞാനത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാനിങ്ങനെ നാണം കെട്ട ഒരു സംഭവം. കസിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് അവിടെ ഫ്രണ്ട് റൂമിൽ പോയിരുന്നു. എന്റെ അച്ഛൻ ഇപ്പൊ അമ്മ എന്നും കിച്ചണിലോട്ട് പോയി. അപ്പം ഞാൻ അച്ഛനും മാത്രം ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛൻ എന്ന് പറയും യു ഹാവ് 2 ഓപ്ഷൻസ്, ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ. ഗൗരി എനിക്ക് 2 കാരണങ്ങൾ കൊണ്ടാണ് എനിക്ക് ഇഷ്ടം. ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ ഗൗരി ഡാൻസ് ചെയ്യുന്നതിനോണം. അപ്പം എനിക്ക് എപ്പോഴും ഒരു ക്ലാസിക്കൽ ഡാൻസ് തന്നെ കയറാൻ കഴിക്കുന്ന ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ആ ഒരു ക്വാളിറ്റി ഗൗരിക്കുണ്ടായിരുന്നു. 2 ശരിക്കും പറഞ്ഞാല് ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുള്ള മിക്ക പിള്ളേരും ഐതർ എന്തെങ്കിലും ഒരു കോർ ജോബ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ജോബ് അല്ലെങ്കിൽ ഹയർ സർവീസ് അങ്ങനെയൊക്കെ പോവായിരുന്നു. പക്ഷെ ഗൗരി ഡിഡ് സംതിങ് ഡിഫറെന്റ്. ഷീ വാസ് എൻ ഓൺട്രപ്രന്യൂർ.
ഗൗരി സ്വന്തമായിട്ട് അവളുടെ അച്ഛന്റെ കൂടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, അംബിക പിള്ളൈ സലൂൺ ട്രിവാൻഡ്രം. ആ ചേച്ചിയുണ്ട്. ആൻഡ് ഗൗരി ആയിരുന്നു ഇൻഫാക്ട് ഫ്ലോറിലെ എല്ലാം മാനേജ് ചെയ്യുന്നത്. ആൻഡ് ഷി വാസ് കംപ്ലീറ്റ്ലി എന്താ പറയാ വേറൊരു ലോകത്തായിരുന്നു. ഷി വാസ് ടോട്ടലി കമ്മിറ്റഡ് ടു ദ സലൂൺ. അപ്പൊ അതിന് പിന്നീടാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. പക്ഷെ എന്നാലും ഗൗരി ആ സലൂൺ റൺ ചെയ്യുന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. അപ്പം that was also something which I found very enterprising in Gauri. ആ രീതിയിൽ ഞാൻ നോക്കിയപ്പോ അച്ഛനോട് ചോദിച്ചു, അച്ഛാ രണ്ടാമത്തെ അല്ല നമുക്ക് എല്ലാം കൊണ്ടും കുറച്ചും കൂടെ ബെറ്റർ നമ്മുടെ ഫാമിലിക്ക് എന്ന് അച്ഛനോട് പറഞ്ഞു. യെസ്, യു ഹാവ് മേഡ് ദ റൈറ്റ് ചോയ്സ്. let us stick with the second option and first option പറഞ്ഞേക്കാൻ പറഞ്ഞ ക്ലോസ് ചെയ്തു. അപ്പൊ ആ സമയത്ത് എനിക്കും ആക്ച്വലി എന്റെ മനസ്സിലൂടെ പോയ വേറൊരു തോട്ട് എന്ന് വെച്ചാലോ എനിക്കിത് എൻഡ് ചെയ്യണം. എനിക്ക് ഐ മീൻ ഈ പെണ്ണ് കാണൽ ചർച്ച, മാട്രിമോണി, അതെല്ലാം എനിക്ക് കുറെ സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പം ഇതും കൂടെ നമുക്ക് അവസാനിപ്പിക്കാലോ എന്ന് ഉള്ളൊരു ചിന്തയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഡിസിഷൻ എടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സൂത്തിങ്, എന്താ ഒരു ഹെവൻലി കാംനെസ്സും റിലീഫും ഒക്കെ ഉണ്ടായിരുന്നു എന്റെ മനസ്സിൽ. അതൊന്നുമല്ല, ഈ ഡിസിഷൻ എടുത്തില്ലായിരുന്നു. അച്ഛന്മാർ തമ്മിൽ സംസാരിച്ചു. ഒരു കാര്യം പറയാൻ മറന്നു പോയത്, ഇപ്പൊ എന്റെ അച്ഛൻ എപ്പോഴും പണ്ടേ മുതൽ പറയുന്നൊരു വാചകമായിരുന്നു, പെണ്ണ് കാണാൻ പോകുമ്പം പെണ്ണിനെ കണ്ടല്ല നമ്മള് ഉറപ്പിക്കേണ്ടത്, അമ്മായിമ്മയെ കണ്ടിട്ടാണ് നമ്മൾ ഉറപ്പിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഗൗരിയുടെ അമ്മ ഞാൻ ഫസ്റ്റ് കണ്ടപ്പം ഒരു ബൊമ്മക്കുട്ടി വരുന്ന പോലെയായിരുന്നു വന്നത്. അപ്പൊ ഭയങ്കര നല്ലൊരു മണ്ണുണ്ട്, വെരി ക്യൂട്ട്. ആൻഡ് അമ്മയുടെ കണ്ണുകളും ഭയങ്കര നല്ലതാണ്. അമ്മയുടെ കണ്ണുകളാണ് ഗൗരിക്കും കിട്ടിയിരിക്കുന്നത്. ഗൗരിയുടെ വൺ ഓഫ് അവർ ബെസ്റ്റ് ഫീച്ചേഴ്സ്, ഞാൻ കോംപ്ലിമെന്റ് പറയുന്നതല്ല, പക്ഷെ ഞാൻ ഉള്ള കാര്യം ഫ്രാങ്ക് മോശമുള്ള കാര്യം മോശം എന്ന് പറയുകയും ചെയ്യുന്നതാണ്. ഗൗരിയുടെ കണ്ണുകൾ ഭയങ്കര നല്ലതാണ്. ഗൗരിക്ക് അമ്മയുടെ കണ്ണുകൾ കിട്ടിയിരിക്കുന്നത്. പക്ഷെ അമ്മ അന്ന് സംസാരിച്ച രീതിയും പെരുമാറിയ രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ മോളും അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഉറപ്പിച്ച പെണ്ണ് കാണലിനെ കണ്ട ഗൗരി ഒരു സ്ട്രേഞ്ചറാണ്, അറിഞ്ഞൂടാ. 45 മിനിറ്റ് കൊണ്ട് സംസാരിച്ചു. ബാംഗ്ലൂർ ഡേയ്സിൽ പറയുന്നത് സ്ട്രേഞ്ചറിനെ കണ്ട് സംസാരിച്ചു, കല്യാണം ഉറപ്പിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ എന്ത് തോന്നുന്നു ശംഭു ചേട്ടൻ ഇങ്ങനെ ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഈ പെൺകുട്ടി എന്നൊക്കെ ഒരു ഫീലിംഗ് ആർക്കായാലും തോന്നുമല്ലോ കണ്ടു കഴിഞ്ഞിട്ട്, സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഭയങ്കര വ്യത്യാസമാണോ ഞാൻ ഇപ്പോൾ? 100% പെണ്ണ് കാണാൻ ഞാൻ ഈ കാണുന്ന ആൾക്കാരോട് പറയാനുള്ള ആർക്കൊരു അഡ്വൈസ് എന്ന് വെച്ചാല്, നമ്മളെ പെണ്ണ് കാണാൻ പോകുന്ന ദിവസം നമ്മളെല്ലാരും നമ്മുടെ ബെസ്റ്റ് ഔട്ട്ലുക്ക് കൊടുക്കാനേ ശ്രമിക്കത്തുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് വെരി നാച്ചുറൽ ഓൾസോ. അപ്പം പെണ്ണ് കാണാൻ പോകുന്ന ദിവസം ബോയ്സ് അങ്ങനെ തന്നെയാണ്. അപ്പം ആ അന്നുള്ള ആ ചെക്കനും പെണ്ണും അല്ല ശരിക്കുള്ള ഇൻഡിവിജ്വൽസ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അറേഞ്ച് മാരേജിന് ഫോർ അല്ല. പക്ഷെ ഇറ്റ് ഷുഡ് ബി സംതിങ് കൈൻഡ് ഓഫ് ലവ് പ്ലസ് അറേഞ്ച് മാരേജ്. ഒന്നില്ലെങ്കിൽ പെണ്ണും ചെറുക്കനും കുറെ നാളെ സംസാരിച്ച് തമ്മിൽ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം കല്യാണം കഴിക്കാൻ. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പെണ്ണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാല് അവർക്ക് കുറച്ചൊരു 3-4 മാസമെങ്കിലും സംസാരിച്ചും തമ്മിൽ എന്താ പറയാ മനസ്സിലാക്കാനുള്ളൊരു ഗ്യാപ്പ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ടേ പെണ്ണ് ഉറപ്പിക്കാൻ പാടുള്ളൂ. ഇതെന്ന് വെച്ചാല് പെണ്ണുണ്ടെങ്കിൽ അടുത്ത ദിവസം ഉറപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞു. അപ്പൊ നമുക്കൊരു എന്താ ഒരു നമ്മൾ ചെയിൻ ആയ പോലെ ആയിപ്പോയി. പെട്ടെന്നായിരുന്നില്ല. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്റെ മോളുടെ കേസിൽ അവർക്ക് ഫുൾ ഫ്രീഡമാണ്. ഷീ വിൽ ചൂസ് ദ ബോയ് ഷീ വാണ്ട്സ്. അത് ഞങ്ങൾ റിലീജിയനോ ഫാമിലിയോ ഒന്നും നോക്കത്തില്ല. പക്ഷെ അവർ തമ്മിൽ ഇഷ്ടപ്പെട്ടാൽ ഡെഫിനറ്റ്ലി നമ്മൾ ഫുൾ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കി ഇപ്പൊ നിങ്ങൾ പറയും, പക്ഷെ അപ്പം കുറെ വർഷങ്ങൾ ശംഭു ഒരിക്കലും അങ്ങനെ പറയത്തില്ല. പക്ഷെ അങ്ങനെയല്ല, ഞാൻ അവരുടെ കാര്യത്തില്ല, മനസ്സിൽ ഉറപ്പിക്കുന്നെങ്കിലും അവളുടെ ക്യാരക്ടർ നമുക്ക് എന്താ, ബിക്കോസ് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം ലൈഫിൽ അത് നമുക്ക് അത് പ്രാബല്യപ്പെടുത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഒരു ഫേക്ക് പെണ്ണാണാൻ വന്നതിന്റെ അടുത്ത ദിവസം റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കൂടിയപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞു എനിക്ക് ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള. അതൊന്നും നടന്നില്ല. അത് ശംസേട്ടൻ പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു ഓഡിറ്റോറിയം ട്രിവാൻഡ്രം ക്ലബിലെ ഓഡിറ്റോറിയമാണ്, എല്ലാവരുടെ കല്യാണം അവിടെ തന്നെയാണ് വെക്കുന്നതെന്ന് പറഞ്ഞു. കറക്റ്റ് ആയിട്ട് നമ്മുടെ കല്യാണം അവിടെ തന്നെയായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു പെണ്ണ് കാണൽ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.